ഇതാണ് ഈശോ എന്നെ സന്തോഷിപ്പിക്കുന്ന വഴികൾ. നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് നടുക്ക് വശം മാത്രം ഓസ്തി അനങ്ങുന്നു, വേറുള്ള സ്ഥലത്തില്ല. കാണുന്നുണ്ടല്ലോ, ഇതാണ് എൻ്റെ ദൈവത്തിൻ്റെ എന്നോടുള്ള കാരുണ്യവും സ്നേഹവും. വാവ്, ഈശോയെ നന്ദി കേട്ടോ, ഒത്തിരി ഒത്തിരി നന്ദി. സന്തോഷമായി. ഇന്ന് കർമ്മല മാതാവിൻ്റെ ഇവിടുന്ന് കുറേ യാത്ര ചെയ്ത് പോയി. അവിടെ പോയി അത് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മാതാവും ഇതേ പ്രകാശം എന്നെ കാണിച്ചു, നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. മക്കളെ, നിങ്ങളോട് ഞാനൊന്ന് പറയാം, ആര് നിങ്ങളെ ഈശോയിൽ നിന്ന് മാറ്റാൻ നോക്കിയാലും ചേർത്താൻ നോക്കിയാലും സംഭവിക്കത്തില്ല. എൻ്റെ ജീവിതത്തിൽ അതന്നെയാണല്ലോ നടക്കുന്നത് അല്ലേ. തലമുറയെ പിടിച്ച് തുണി അലക്കുന്ന കണക്ക്, കാർപ്പറ്റ് ഒലയ്ക്കുന്ന കണക്ക് ഒലച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ എൻ്റെ കർത്താവിൽ ഉറച്ചു നിൽക്കുന്നു. കാരണം അവിടെയാണ് എൻ്റെ ശക്തി, അതാണ് എൻ്റെ സംരക്ഷണം, അതാണ് എൻ്റെ പ്രത്യാശ. അതെടുത്ത് കളയാൻ ഏത് ലൂസിഫർ, ഞാൻ ചലഞ്ച് ചെയ്യുമൊന്നുമല്ല. എൻ്റെ വിശ്വാസത്തിൻ്റെ ആഴം അത്രമാത്രം എൻ്റെ ജീവിതാനുഭവങ്ങളിൽ കൂടെ താഴേക്ക്, ഒരു തെങ്ങ് എന്തോരം മേളിലോട്ട് ഉയർന്നു നിൽക്കുന്നുണ്ടോ അത്രയും തന്നെ ബാമ്പുവിൻ്റെ കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. ഈ മുളേൻ്റെ കാര്യം, മുള ചെറുപ്പത്തിലേ തുടങ്ങി വളരുമ്പോൾ മെല്ലെ മെല്ലെയാണ് പോലും വളരുന്നത്. അപ്പോൾ അതെന്താണ് അങ്ങനെ മെല്ലെ വളരുന്നതെന്ന് ചോദിച്ചാൽ, അതിൻ്റെ വേര് ആദ്യം ഈ മുള എന്തോരം ഉയരത്തിലോട്ട് ഉയരുന്നുണ്ടോ അത്രയും തന്നെ താഴോട്ട് പോയാലേ ആ മുളയ്ക്ക് നിൽക്കാൻ പറ്റുള്ളൂ. ശരി തന്നെയാണ്. ഞാനും വയനാട്ടിലൊക്കെ പോകുമ്പോൾ മുളക്കൂട്ടങ്ങൾ ഇങ്ങനെ നമ്മൾ ബത്തേരിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നമ്മൾ എവിടെയാണ് കർണാടക അല്ലെങ്കിൽ മേപ്പാടി ഭാഗത്ത് നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ അങ്ങനെ മുളം കൂട്ടങ്ങൾ നിൽക്കുന്നതാണ്. അതിങ്ങനെ ദൂരെ നിന്ന് വരുമ്പോൾ തന്നെ കാറ്റിൽ ഒലയുന്നത് കാണാം, മുഴുവൻ കൂട്ടത്തോടെ ഒലയും. പക്ഷേ അത് വീണ് കിടക്കുന്നത് ഞാൻ വെട്ടിയിട്ടാലല്ലാതെ അത് വീണ് കിടക്കുന്നത് ഒരിക്കലും കണ്ടിട്ടില്ല. വാഴ ഓ ഈശോ, ഈശോ നീ എന്നെ കാണണേ ദൈവം, എന്നെ കാണണേ ഈശോയെ, ഈശോ, ഈശോ. ഈശോ, 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 എൻ്റെ നിലവിളി സ്വർഗത്തോളം വരട്ടെ ഈശോ, 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 ഈശോ. ഹല്ലേലൂയ, ഹല്ലേലൂയ.